വിവാദങ്ങളുണ്ട് മോളെ. അമ്മച്ചി നീയാണ് അമ്മച്ചി. കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും നീ ഏത് അമ്മച്ചിയാണെന്ന്. ഓക്കെ, കടന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും കൊണ്ട് വന്ന് തള്ളിക്കോളും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഷാജിദ കൊച്ച് ഇപ്പം വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജസ്നയുടെ പേര് പറഞ്ഞ് ഉള്ള ജസ്നമാരെല്ലാം കൂടി കളത്തി ഇറങ്ങി. പിന്നെ നമ്മുടെ രാഹു അണ്ണനും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ രാഹു അണ്ണനെയും കൂടി ഞാൻ കൊടുക്കാം. എന്തായാലും ഷാജിദയുടെ വീഡിയോ കണ്ട് നിങ്ങൾ തുടങ്ങുമ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ചങ്കുകളെ. അപ്പൊ വിഷയത്തിലോട്ട് നേരെ വരാം. ജസ്ന എന്ന പേര് പറഞ്ഞ് പല ജസ്നകളും മുന്നോട്ട് വന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഷാജിദ കൊച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനൊന്ന് കൊടുക്കാം. ഫസ്റ്റ് വിശേഷങ്ങളെ കാര്യമൊന്നും പറയേണ്ട ഷാജിദ. വിശേഷത്തോട് വിശേഷം, അനക്കല്ലേ വിശേഷം. നടക്കട്ടെ. ജസ്ന എന്നുള്ള സംഭവം നിങ്ങൾ വിചാരിക്കണ ആ ജസ്ന അല്ല. കുറെ മറ്റേ കൃഷ്ണനെ വരയ്ക്കണ ജസ്നയൊക്കെ വന്നിട്ട് മുന്നിൽ നിന്നിട്ട് ഒരുപാട് പറയുന്നത് നീ മാത്രമുള്ളോ ജസ്ന. അതായത് ജസ്ന എന്ന് നിങ്ങൾക്ക് മനസ്സിലായത് നമ്മുടെ സ്വന്തം ജസ്ന സലീമെ ഗുരുവായൂർ അമ്പലനടയിൽ പുതിയ നിയമം വരെ ഉണ്ടാവാൻ സാധ്യതയാക്കിയ കാരണക്കാരിയായ നമ്മുടെ സ്വന്തം ജസ്ന സലീം. ആ ജസ്ന സലീമിനെ പറ്റിയിട്ടാണ്. എന്തിനാ ജസ്ന വരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതും ഞാൻ കൊടുക്കാം. എന്റെ പേര് മാത്രമുള്ളൂ ജസ്ന. അതുപോലെ തന്നെ ഒരു ഗൾഫിലത്തെ ഒരു ഇത്താതെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരും പറഞ്ഞു ഞാനല്ല, ഒന്ന് നീ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം ഏത് ജസ്നേന്. അപ്പൊ ആ ജസ്നേന്റെ ഫോട്ടോ, റൌഫിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, ആരാണ് ജസ്ന, ആരാണ് റൌഫ് എല്ലാം ഉള്ള ഒരു. അങ്ങനെ സുഹൃത്തുക്കളെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി നമ്മുടെ ഷാജിദ കൊച്ച് വീണ്ടും വരാൻ പോവുകയാണ്. അതായത് ആരാണ് ആ ജസ്ന, ഏതാണ് ആ ജസ്ന ഇല്ലല്ലോ ജസ്ന, പിന്നെ നമ്മുടെ രഘു അണ്ണൻ. ഈ രണ്ട് ആൾക്കാരെയും നമ്മുടെ ഷാജിദ കൊച്ച് ഇതാ റിവീൽ ചെയ്യാൻ പോവുകയാണ്. കണ്ടു നോക്കി അവളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ പറയുന്ന ഈ കണ്ണനെ വരച്ചു കൂട്ടുന്ന ജസ്ന അല്ല. നീ പേടിക്കണ്ട. ഇനി അടുത്ത വിവാദത്തിൽ എനിക്കൊന്നും വരണ്ട. അല്ലാണ്ട് തന്നെ എനിക്കിവിടെയാണ് ഷാജിദ പറയുന്നത് ചിരി വന്നത്. നീ പേടിക്കണ്ട, നീ ഇനിയിപ്പോ ഇതിന്റെ വിവാദത്തിലൊന്നും വരണ്ട. അല്ലാതെ തന്നെ നിനക്കുള്ളതൊന്നും താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നീ ഇരിക്കുകയാണ്. അത് കേട്ടപാടെ ഞാൻ ചിരിച്ച് അർത്ഥം കേട്ട. ഒരുപാട് വിവാദങ്ങളുണ്ട് മോളെ. അമ്മച്ചി നീയാണ് അമ്മച്ചി. കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും നീ ഏത് അമ്മച്ചിയാണെന്ന്. ഓക്കെ, കടന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും കൊണ്ട് വന്ന് തള്ളിക്കോളും. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാൻ വന്ന് തള്ളിക്കോളും. പാവം നമ്മുടെ ജസ്ന. ജസ്ന സലീം എവിടെ പോയാലും ഊക്കാണല്ലോ. ഇനി റിയൽ ജസ്ന ഇതാണെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, ഇത് ഞാൻ കണ്ടെത്തിയൊന്നുമില്ല. നമ്മുടെ ഷാജിദ കൊച്ചി തന്നെ പറയുന്നു ഈ ജസ്നയ്ക്കാണ് മറ്റവൻ പൈസ കൊടുത്തതെന്നൊക്കെ പറയും. നോക്കാം. ഞാൻ പറഞ്ഞ ജസ്ന ഇതാണ് കേട്ടോ, യൂട്യൂബർ ജസ്ന. പിന്നെ ഇവളുടെ കാമുകൻ റൌഫ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ജസ്നി റൌഫും. അപ്പൊ ഇതാണ് റഹു അണ്ണൻ എന്നാണ് നമ്മുടെ ഷാജിദ കൊച്ച് പറയുന്നത്. ഞാൻ സീരിയസ്ലി ഒരു കാര്യം ചോദിക്കാം. ഇതാണ് അവളുടെ കാമുകൻ റഹൂഖെന്ന് ജസ്ന ഇവിടെ പറയുമ്പോൾ അതെനിക്ക് ഒരു ഡൈജസ്റ്റീവ് കുറവുണ്ട്. ഇയാളുടെ കയ്യിൽ നിന്നും നമ്മുടെ ഷാജിദ കൊച്ചും പൈസ വാങ്ങിയില്ലേ. അപ്പൊ ഇയാളുടെ കാമുകി എന്ന് ഷാജിദയ്ക്കും ഒരു റൈറ്റ്സ് ഇല്ലേ? നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാനുള്ള സെറ്റപ്പിൽ ഇരുന്നെന്നുള്ള രീതിയിലൊക്കെ അല്ലേ പറയുന്നത്. പിന്നെ ഷാജിദ പറഞ്ഞത് എന്താ, അയാള് എല്ലാ യൂട്യൂബേഴ്സിനെ വലയിൽ അഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നിയില്ല. ഇനി അങ്ങനെയാണ് ഉദ്ദേശമെങ്കിലും നമ്മൾ അവരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങാതിരിക്കുക. അതാണ് നമ്മുടെ ക്വാളിറ്റി. നമുക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരെടുത്ത് സംസാരിക്കാതിരിക്കുക. അല്ലാണ്ട് ഏതൊരു പെണ്ണും ഏതൊരു ആള് പൈസ തന്നാൽ വാങ്ങും എന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെന്റുമായിട്ട് ഉന്നയിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല ഷാജിദയെ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ അല്ലാത്തത് കൊണ്ട്. ഷാജിദ ചിലപ്പോൾ അങ്ങനെ ആവാതിരിക്കാം, അതുകൊണ്ടായിരിക്കും. ഇനി നമ്മുടെ ജസ്ന സലീമില്ലേ, ജസ്ന സലീം നമ്മൾ ഷാജിദ കൊച്ചിന്റെ ഒരു വീഡിയോ കാരണം, ആദ്യത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കാരണം അനുഭവിക്കേണ്ടി വന്നത് ഷാജിദക്കിട്ടുള്ള 1.5 താഴ്ത്തിക്കെട്ടും നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹലോ ഗായ്സ്, ജീവിക്കാൻ സമ്മതിക്കൂലല്ലേ ഒരു വിധേനെ? ഇല്ലടേ, ആരും സമ്മതിക്കില്ലടേ. അല്ലെങ്കിൽ തന്നെ നമ്മളെ ജസ്ന സലീം ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ടാണ് കണ്ണന്റെ പേരും പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാതെ ഒളിച്ചു കൂടി നടക്കുന്നത്. പാവം കൊച്ചിനെയും കൂടി നീ വലിച്ചിട്ടല്ലോ ഷാജിദേ. ഈ ഷാജി നമ്മളൊരു കണക്കിനും ജീവിക്കാൻ അനുവദിക്കൂല എന്നുള്ള രീതിയിൽ ഓരോന്നിറങ്ങും. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിൻ്റെ അകത്തൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഈ ഷാജി പറഞ്ഞ ജസ്റ്റ് ഞാനാണോന്ന്. യാതരടെ ഈ അമ്മച്ചി എനിക്ക് അങ്ങനെയൊന്നും പറയല്ല, അമ്മച്ചി എന്നൊന്നും പറയല്ല. നിങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് സെയിം ഏജ് ആയിരിക്കും. അങ്ങനെയൊന്നും പറയല്ലോ. പാവം നമ്മുടെ ഷാജിദ കൊച്ച് ആള് കുറച്ച് പറ്റിപ്പും തട്ടിപ്പൊക്കെ നടത്തി. അമ്മച്ചി ഒന്നുമില്ല, ചുമ്മാ എന്തുവായിരുന്നു ജസ്റ്റിനെ. ഇല്ല, ഏതോ ഒരു ഷാജി മറ്റേ യൂട്യൂബറാണ് പോലും.
ഞാൻ ജസ്റ്റ് അടിച്ചു നോക്കിയിട്ടോ കുറേ ആൾക്കാരുടെ റിയാക്ഷൻ വീഡിയോ കണ്ടു. അപ്പോൾ ആശാത്തിന എനിക്ക് എൻ്റെ റിയാക്ഷൻ വീഡിയോ എല്ലാം കണ്ടാ ജസ്നെ ഞാൻ കുറേ സംസാരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ഇതൊക്കെ കാണണം കേട്ടോ വല്ലപ്പോഴും. പിന്നെ ജസ്നെ കുറിച്ചിട്ട് ഞാൻ മുന്നേ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ എന്തെന്തോ ആവോ എന്താ അറിയ പോലും ഇല്ല. ആശാത്തിക്ക് ഏതോ അഹമ്മദ് കുട്ടിയോ മമ്മൂട്ടിയോ കോയക്കുട്ടിയോ ഏതോ ഒരു കുട്ടി പൈസ കൊടുത്തു എന്നും അതേതോ മറ്റേ യൂട്യൂബർക്ക് കൊടുത്തു എന്നും എന്തോ ഒരു കഥ. അതിൽ ജസ്ന എന്നുള്ളൊരു പേരെടുത്തിട്ടിട്ടുണ്ട്. ആ ജസ്ന ഞാനല്ല, എന്റേത് ഇങ്ങനെ അല്ല ഗായ്സ്. അതും കൂടി അതൊക്കെ സമ്മതിക്കണം അല്ലേ ജസ്നെ? ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ജസ്ന പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ ജസ്ന കൊച്ചിന്റെ നെഞ്ചത്താണല്ലോ. അതൊക്കെ ഒരു ഭാഗ്യം തന്നെ കേട്ടോ. അത്രയും പോപ്പുലറാണ് അല്ലേ? അത്രയും പോപ്പുലറായിട്ട് എന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല അല്ലേടാ എന്നുള്ളൊരു ചോദ്യമല്ലേ ജസ്ന സലീമിന് ഇവിടെ ചോദിക്കാനുള്ള. ചോദിക്കും ഒന്ന് മനസ്സിലാക്കൂ ഗായ്സ്, എന്തൊരു കഷ്ടാണ്. എൻ്റെ പേര് ജസ്ന സലീം എന്നാണ്. മോളെ ഷാജിദേ, പൊന്നാര മോളെ, എന്തിനാടി നീ വേണ്ടാത്ത പേരൊക്കെ എടുത്തിടുന്നത്? ഇപ്പോൾ എത്രയോ ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഗൈസ്, നിങ്ങളാണോ ആ ഷാജി പറഞ്ഞ ജസ്ന എന്നൊക്കെ ചോദിച്ചിട്ട്. എന്തു ആൾക്കാരെ, എനിക്ക് സത്യം പറഞ്ഞ സീരിയസ്ലി ഞാൻ പറയാം, ജസ്ന എന്നുള്ളൊരു പേര് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് കണക്ട് ചെയ്ത എന്നെ തന്നെ. ഞാൻ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, സീരിയസ്ലി എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഓഹോ ഇവളായിരുന്നു എന്നുള്ളൊരു തോന്നൽ ഫസ്റ്റ് എനിക്ക് തോന്നി. ഞാൻ പിന്നെ അന്വേഷിച്ചപ്പം നിങ്ങളല്ല എന്നെനിക്ക് മനസ്സിലായി. എന്തായാലും കൊള്ളാം ഷാജിദ. അതാണ് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഒന്നുകിൽ പേര് പറയാതിരിക്കുക, അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ കൃത്യമായിട്ടായിരുന്നു അങ്ങ് പറയണം, അപ്പോൾ പ്രശ്നമില്ല. എനിക്ക് ഈ അമ്മച്ചിനെ അറിയാവുന്നില്ല ഇല്ല കേട്ടോ, ഏതാ എന്താണെന്ന് എനിക്ക് അറിയാതെ തന്നെയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അടിച്ചു നോക്കിയിട്ട് കുറേ റിയാക്ഷൻ വീഡിയോസ് കണ്ടു. എൻ്റെ സമാധാനത്തിന് ജസ്ന അടിച്ചപ്പം ജസ്നാസ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഏതൊരു ലേഡീനെ കണ്ടു. ആ ലേഡീനെ തന്നെയാണോ ഉദ്ദേശിച്ചതെന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ ഗൈസ്, അത് ഞാൻ പറഞ്ഞു തന്നേക്കാം. ഇനി ജസ്ന സലീം പറഞ്ഞു ഇന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത തംബ്ലൈൻ കൊടുത്തിട്ട് നിങ്ങളാരും വീഡിയോ ഇറക്കാൻ നിൽക്കണ്ട. അപ്പം ഇതാണ് സംഭവം. ആരോ എന്തോ ഒരു പേരെടുത്തിടുമ്പോഴേക്കും വിവാദ നായികയായ എന്നെ എല്ലാവരും അങ്ങ് എടുത്തിടുമ്പോൾ എന്നാ ചെയ്യാനാവച്ചുങ്ങളെ, ജീവിച്ചു പൊക്കോട്ടെ, എന്നെ അതിനനുവദിക്കൂ എന്ന് പറഞ്ഞ് അപേക്ഷിക്കേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പം നിലവിൽ ഞാൻ ഉള്ളത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ പഴയ പരിപാടിയൊക്കെ നിർത്തിയല്ല നമ്മുടെ ജസ്നെ അല്ലേ? കണ്ണൻ്റെ പടമൊക്കെ വരച്ച് ഇപ്പം കേക്കും കൊണ്ടൊക്കെ പോണ പരിപാടിയൊക്കെ നിർത്തിയല്ല, നല്ലതാ. ഇനി മര്യാദയ്ക്കൊക്കെ മുന്നോട്ട് വന്ന് നോക്ക്, അതായിരിക്കും ബെറ്റർ. ചുമ്മാ നാട്ടുകാരെ കണ്ണി പൊടിയിടല്ലേ. ഈ എല്ലാവരും എന്തിനാടാ നാട്ടുകാരെ കണ്ണി പൊടിയിട്ട് ഇങ്ങനെ പറ്റിച്ച് ജീവിച്ച് നടക്കുന്നത്? ഇപ്പം ഷാജിദേ അതുകൊണ്ട് പറഞ്ഞതാ എല്ലാം. എന്തൊക്കെ കാണണം ഈ കൊച്ചു കേരളത്തിൽ. ആ കൂടി ഒരു ആയുസ് കൊണ്ട് 10-50 വയസ്സ് വരെയൊക്കെ നേരെ പോയാൽ പോയി, ബാക്കി പിന്നെ ഒടിഞ്ഞു കുത്തിയൊക്കെ അങ്ങനെ ചവിട്ടി കൂട്ടിയൊക്കെ പോകും. ആ ജീവിതത്തിൽ കിടന്ന് കാണിക്കുന്ന കാട്ടാപ്പുകൾ കണ്ട എന്തൊക്കെ കാണണം കേൾക്കണം. ഈ എന്താ ഈ കൊച്ചു വലിയ കേരളത്തിൽ നടക്കുന്നേ? ഞാൻ അടിച്ചു നോക്കിയിട്ട് ജസ്നാസ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഏതൊരു ലേഡിനെ കണ്ടു. എന്താ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ മക്കളെ, സത്യാവസ്ഥ. ഏതായാലും ജസ്ന എന്ന് പറഞ്ഞപ്പോഴേക്കും കാരണം പറയുമ്പോൾ കണ്ണൂർ പോയി വന്ന് എല്ലാവരും ഈ പണ്ടത്തെ പഴമക്കാർ പറയലില്ലേ, എന്തോ ഏതെങ്കിലും ഒക്കെ എടുത്തിടുമ്പോഴേക്കും അത് എൻ്റെ മേലേക്ക് ചാർത്താനായിട്ട് കുറേ ഉണ്ട്. ഇനി ഏതൊക്കെ റിയാക്ഷൻ വീഡിയോ വരും അത് ജസ്ന തന്നെയാണോ, ജസ്ന സലീമാണോ, ജസ്നെ കുറിച്ചാണോ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും ഇനി കാണാനും കേൾക്കാനും ഇരിക്കുന്നുണ്ടാവാം. മേ ബി എനിക്കറിയില്ല. അങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കും. ഇതുവരെ പറയാനൊന്നും നമുക്കൊരു ഉദ്ദേശമില്ല. ഇനി ചിലപ്പം പറഞ്ഞെന്നിരിക്കും, വിഷമിക്കേണ്ട. എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഷാജി എന്ന് പറഞ്ഞ അമ്മച്ചി ഉദ്ദേശിച്ച വ്യക്തി ഞാനല്ല. എനിക്കിനി അതും പറഞ്ഞിട്ട് ആരും മെസ്സേജ് അയക്കുകയും ചെയ്യരുത്. എനിക്ക് ആ ലേഡീനെ അറിയാൻ പോലുമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് 1-2 ആൾക്കാരുടെ റിയാക്ഷൻ വീഡിയോ ഇതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് യൂട്യൂബിലിപ്പം അവരോട് വീഡിയോ ചെയ്യുന്ന സമയത്ത് കാണുന്നത് അല്ലാതെ ഇവരുടെ വീഡിയോസ് ഞാൻ അങ്ങനെ കാണാറോ ഇതാക്കാറോ ഒന്നുമില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് അടിച്ചു നോക്കിയപ്പം 1000-കണക്കിലധികം റിയാക്ഷൻ വീഡിയോസാണ് മക്കളെ ഈ പെണ്ണുങ്ങളെ പറ്റി വന്നത്. എന്ത് പാവാണ് പെണ്ണുങ്ങൾ ചെയ്തതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇനി നല്ലതാണോ മോശമാണോ ഈ പെണ്ണുങ്ങൾ എന്ന് എനിക്ക് പറയാൻ എനിക്കറിയില്ല. കാരണം ഞാൻ അങ്ങനെ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല. അപ്പോൾ കാണാതിരിക്കുന്നതാണ് നല്ലത്, അതാണ് ആരോഗ്യത്തിന് നല്ലത്. ഇത്രയും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കാരണം ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതെടുത്തിട്ട് കുറേ ബീബിമാരും ബീഗന്മാരൊക്കെ എടുത്തിടാറുണ്ടേ. അതിൻ്റെ ആവശ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ വന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണെന്നറിയില്ല, ഓരോ നോട്ടോ വിളിച്ചിട്ട് വരുന്നുണ്ട്. ഈ ഓട്ടോക്കൊക്കെ അതും എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും ഗൈസ്, ഷാജി അമ്മച്ചി ഉദ്ദേശിച്ച വ്യക്തി ഞാനല്ല, എൻ്റേത് ഇങ്ങനെ അല്ല എന്നുള്ള വിവരമൊന്നും നിങ്ങളടുത്തേക്ക് അറിയിക്കാമെന്ന് കരുതി പറഞ്ഞ കൂട്ടത്തിൽ പറയാൻ മറന്നുപോയി. എല്ലാവർക്കും നമസ്കാരം. കണ്ണാനിനക്കായി ബൈ ജസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലെ വേണ്ട നിർത്ത്. കണ്ണന്റെ പേര് പറയല്ലേ, അത് കേട്ടാൽ തന്നെ എനിക്ക് പിന്നെ കൈയും കാലും പറക്കി. സത്യം, ഞാൻ ചുമ്മാ അറിഞ്ഞല്ല. കണ്ണന്റെ പേര് പറയുന്നത് കേട്ടാൽ തന്നെ ഞാൻ പിടച്ചു. അപ്പം നമ്മുടെ ഷാജിദ കൊച്ച് അങ്ങനെ ഏതാണ് ജസ്ന ഏതാണ് റഹൂഹ് അണ്ണ എന്നൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ട്. ഷാജിദ ഇവിടെ വെച്ച് പരിപാടി നിർത്തിയ ഇനിയും തുടരുമെന്നൊന്നും അറിയത്തില്ല. തുടർന്നു കഴിഞ്ഞാൽ നിനക്ക് തന്നെയാണ് നാണക്കേട്. കാരണം നീ ഒരുപാട് ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടെന്നും
അവര് ആ ഒരു സെറ്റപ്പ് എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരങ്ങൾ വരും. നിനക്ക് തന്നെ നിന്റെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കും. പിന്നെ ഹണി ട്രാപ്പ് എന്നുള്ള ഒരു സെറ്റപ്പിലുള്ള രീതിയിൽ പരിപാടികൾ നീ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അതില്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം 26 വയസ്സായ ഒരു പയ്യനെ വളച്ചിട്ട് ഒടിച്ചെടുക്കുന്നതന്നെ ആ ഒരു സെറ്റപ്പായിരുന്നു. എന്നിട്ട് അവനെ ബലമായി കല്യാണം കഴിപ്പിക്കുന്ന പോലത്തെ സാധനങ്ങൾ നീ ക്രിയേറ്റ് ചെയ്തു എടുത്തു. നല്ല നല്ല ഒന്നാം തരം ഉടായ്പകളൊക്കെ കാണിച്ചു കൂട്ടി. കഴിഞ്ഞില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.